ഒരു കാര്യം, ഈ ഫ്രാൻസ് എന്ന് പറയുന്ന കുതിരയെ ആർക്കാണ് തടുക്കാൻ പറ്റുക? എനിക്ക് തോന്നുന്നത് ഇനി ഒരാൾക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ എന്നാണ്. ആരാണെന്ന് പറയാം. അതിന് മുന്നേ ഫ്രാൻസിസ് മൊറോക്കോ മാച്ചിനെ കുറിച്ച് രണ്ടു വാക്ക് പറയട്ടെ. അടിക്കാൻ വേണ്ടി കൈ പോകുന്നതിന് മുന്നേ അതിനെ തലക്കടിച്ച് കൊന്ന പോലെയായിരുന്നു. ഇതല്ല മൊറോക്കോയിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ഡിക്റ്റേറ്റർ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് റേസിൽ വീണ്ടും ടോപ്പിലെത്തി. മിസ്റ്റർ ബാലൻഡിയോർ അവസരം കിട്ടിയപ്പോൾ വീണ്ടും ക്ലാസ്സുകൾ കാണിച്ചു. പിന്നെ എൻ്റെ ഒപ്പീനിയനിൽ മൈക്കൽ ഒലീസ ഇപ്പോൾ ലോകത്തിലെ ബെസ്റ്റ് പ്ലെയറാണ്. പിന്നൊരു പേര് ഓർത്ത് വെച്ചോളൂ, മനു കോണെ. ഈ പുള്ളി വേറെ ലെവലാണ്. മിഡ്ഫീൽഡ് മുഴുവൻ കൺട്രോൾ ചെയ്തത് പുള്ളിയായിരുന്നു. ഇനി മെയിൻ കാര്യം, ഈ ഫ്രാൻസ് എന്ന് പറയുന്ന കുതിരയെ ആർക്കാണ് തടുക്കാൻ പറ്റുക? എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒറ്റ പേര് മാത്രമേ ഉള്ളൂ, തോമസ് തുഷലിൻ്റെ ഇംഗ്ലണ്ട്. സൗത്ത് ഗേറ്റിൻ്റെ ഇംഗ്ലണ്ട് ആയിരുന്നെങ്കിൽ ഞാനത് പറയില്ലായിരുന്നു. പക്ഷേ തുഷൽ വേറെ ലെവൽ കോച്ചാണ്. വമ്പൻ മീനുകൾ അടിച്ചിരുന്നത് പുള്ളിക്ക് ഒരു ഹോബിയാണ്. ചെൽസി വെച്ചിട്ട് സിറ്റിയും ലിവർപൂളിനെയൊക്കെ വീഴ്ത്തിയിട്ടുണ്ട്, ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ടാക്ടിക്സ് കൊണ്ട് ഫ്രാൻസിനെ പിടിച്ചു നിർത്താൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഇംഗ്ലണ്ടിനാണ്. പക്ഷേ ഇംഗ്ലണ്ടിൽ നിന്ന് നോർവേയോട് തോറ്റു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഡിക്ഷൻ മ്യൂച്വൽ ഫണ്ട് മാർഗ്ഗനിർദ്ദേശങ്ങൾ വിധേയമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മുങ്ങും. സ്പെയിൻ എന്ന് പറയുന്നവരോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, ആദ്യം അവർ ഗോൾ അടിക്കട്ടെ. ഡിഫൻസും മിഡ്ഫീൽഡൊക്കെ വേൾഡ് ക്ലാസ് ആണ്, പക്ഷേ ഫിനിഷിംഗ് ഇങ്ങനെയായ ഫ്രാൻസിനോട് മുട്ടാനൊന്നും പറ്റില്ല. അർജന്റീന എന്ന് പറയുന്നവരോട് ഇനി വല്ല അത്ഭുതങ്ങളൊക്കെ സംഭവിക്കേണ്ടി വരും. ഫുട്ബോൾ ആയതുകൊണ്ട് ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. മിറാക്കിൾ സംഭവിച്ചാൽ അർജന്റീനയ്ക്കും അടിച്ചിടാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഫ്രാൻസിനെ തടുക്കാൻ കഴിയുന്ന ടീം ഏതാണ്? ഇംഗ്ലണ്ട്, സ്പെയിൻ, അർജന്റീന? അല്ലെങ്കിൽ ഇനി ആർക്ക് തടുക്കാൻ പറ്റില്ലേ? കമൻറ്റ് ചെയ്യൂ. ഫുട്ബോൾ കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.